പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനായി ചെങ്ഡു എയറോസ്പേസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത J-20 മൈറ്റി ഡ്രാഗൺ എന്നത് ചൈനയുടെ നട്ടെല്ലായി അറിയപ്പെടുന്ന 5ാം തലമുറ യുദ്ധവിമാനമാണ്. 2017 സജീവമായ സേവനത്തിലേക്ക് അവതരിപ്പിച്ചതു മുതൽ രാജ്യങ്ങൾ, മാധ്യമങ്ങൾ, അന്തർദേശീയ പ്രതിരോധ കമ്മ്യൂണിറ്റികൾ എന്നിവയ്ക്കിടയിൽ J-20 വിമാനങ്ങൾ ഒരു മികച്ച തരംഗമുണ്ടാക്കിയിരുന്നു. ചൈന ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽക്കാരനായതിനാൽ J-20 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ഒരു ഭീഷണിയാണോ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കാം. അമേരിക്കയുടെ ലോക്കിഡ് മാർട്ടിൻ F-22 റാപ്റ്റർ, F-35, റഷ്യയുടെ സുഖോയ് 57 എന്നിവയ്ക്ക് ശേഷം എത്തിയ J-20 വിമാനങ്ങൾ 5ാം തലമുറയിലെ സജീവ സേവന യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും എലൈറ്റ് ഗ്രൂപ്പിൽ ഇടം പിടിച്ചു. റഷ്യയ്ക്ക് ശേഷം ഏഷ്യയിൽ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഉപയോഗിക്കുന്ന ഏക രാജ്യവും നിലവിൽ ചൈന മാത്രമാണ്. ഈ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനം 21.2 മീറ്റർ നീളവും 13.01 മീറ്റർ വിങ് സ്പാനുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 5ാം തലമുറ യുദ്ധവിമാനമാണ്. 2 ഷിൻയാങ് WS-10C ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനുകളാണ് ഈ വിമാനത്തിന് കരുത്ത് പകരുന്നത്. ഓരോ എഞ്ചിനും ആഫ്റ്റർ ബേണിംഗ് ഘട്ടത്തിൽ 147 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. എഞ്ചിൻ ബ്ലേഡുകളുടെ ചൂട് ശത്രു റഡാറിൽ നിന്നും മറയ്ക്കുന്ന ലോ ഒബ്സർവബിൾ ഡൈവേർട്ട്ലെസ് സൂപ്പർസോണിക് ഇൻലെറ്റ് ഇൻടേക്കുകൾ J-20യിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റെൽത്ത് സ്വഭാവം ഇവയുടെ പ്രാഥമിക ഫോക്കൽ പോയിന്റുകളിൽ ഒന്നായതിനാൽ ഈ ജെറ്റ് വിവിധ ദൗത്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. ഡീപ് സ്ട്രൈക്കിലും കൃത്യമായ സ്ട്രൈക്ക് ശേഷികളിലും കഴിവുള്ള വൈവിധ്യമാർന്ന ഒരു വായുമേധാവിത്വ ഫൈറ്ററായാണ് J-20യെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ നൂതന സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധത്തിൽ ശത്രു റഡാറുകളെയും ആശയവിനിമയങ്ങളെയും തടസ്സപ്പെടുത്താനായി ഉപയോഗിക്കാനും കഴിയും. നിരീക്ഷണ ദൗത്യങ്ങൾ, ഇന്റലിജൻസ്, തടസ്സപ്പെടുത്തൽ, ശത്രു ബോംബറുകൾ, ടാങ്കറുകൾ, അവാക്സ് എന്നിവ നശിപ്പിക്കൽ, ശത്രു താവളങ്ങൾ, കപ്പലുകൾ മുതലായവയിലേക്ക് ദീർഘദൂരാക്രമണങ്ങൾ എന്നിവ നടത്താനും J-20ക്ക് കഴിയും. ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ J-20യുടെ ടൈപ്പ് 1475 ആക്റ്റീവ് ഇലക്ട്രോണിക് സ്റ്റാൻഡേർഡ് റഡാർ ഒരു മാന്യമായ റഡാർ സംവിധാനമാണ്. ഇത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടാർഗറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു. കൂടാതെ എയർലി വാർണിംഗ്, മിനിയേച്ചർ ഡ്രോണുകൾ വിന്യസിക്കുന്നതിന് മറ്റ് സൗഹൃദ പ്ലാറ്റ്ഫോമുകളുമായി ഡേറ്റ ലിങ്ക് ചെയ്യാനും ഈ റഡാർ സംവിധാനത്തിന് കഴിയും. നിലവിലെ സാഹചര്യത്തിൽ HAL AMC MK2വിന് മുൻപ് ഇന്ത്യക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിയില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ബീജിംഗ് A-Star സയൻസ് ആൻഡ് ടെക്നോളജി രൂപകൽപ്പന ചെയ്ത ഇവയുടെ ഓൺബോർഡ് EOTS-86ന് വൈദ്യുതകാന്തിക സിഗ്നലുകൾ പുറപ്പെടുവിക്കാതെ തന്നെ സ്റ്റെൽത്ത് വിമാനങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനും കഴിയുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ വിമാനം അതിന്റെ സ്റ്റെൽത്ത് സിഗ്നേച്ചറുകളിൽ നിരവധി പോരായ്മകൾ പ്രകടിപ്പിക്കുന്നു. സ്റ്റെൽത്ത് സവിശേഷതയിലെ പോരായ്മകൾ കാരണം ഇന്ത്യൻ അതിർത്തികളിൽ ഒരു ഭീഷണിയും ഉയർത്താൻ J-20 വിമാനങ്ങൾക്ക് കഴിയില്ല എന്നും പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു. സ്റ്റെൽത്ത് സിഗ്നേച്ചർ കുറയ്ക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള കോമ്പോസിറ്റുകളും റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ചൈന സ്റ്റെൽത്തിനെ പറ്റിയുള്ള വിശദമായ പ്രത്യേകതകൾ വെളിപ്പെടുത്തിയിട്ടില്ല. J-20ക്ക് പരമാവധി 2 മാക്ക് വേഗതയും 5500 കിലോമീറ്റർ റേഞ്ചും 2 ബാഹ്യ ഇന്ധന ടാങ്കുകൾ ഉപയോഗിച്ച് നേടാനാകും. അതോടൊപ്പം ഈ വിമാനങ്ങൾക്ക് സൂപ്പർ ക്രൂയിസ് ശേഷിയുണ്ടെന്നും പറയപ്പെടുന്നു. J-20യുടെ വലിപ്പം കൂടുതലായതിനാൽ ഇവയ്ക്ക് കൂടുതൽ ആയുധങ്ങളും വഹിക്കാൻ കഴിയുന്നു. അതായത് ഇതിന് പരമാവധി 11,000 കിലോഗ്രാം ആയുധശേഷിയും 6 എയർ ടു എയർ മിസൈലുകൾ വരെ വഹിക്കാനും കഴിയുന്നു. ചൈനീസ് നിർമ്മിത PL-10 ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ, PL-12 മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ, PL-15 ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ എന്നിവ അതിന്റെ ആന്തരിക ആയുധ ബേകളിൽ സംയോജിപ്പിക്കാൻ കഴിയും. ഇതിൽ PL-15 ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് സ്ട്രൈക്ക് മിസൈൽ ആയതിനാൽ ഇവയൊരു പ്രധാന ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള എക്സ്റ്റൻഡഡ് റേഞ്ച് വെർഷനായ PL-21 എന്ന വികസനത്തിലിരിക്കുന്ന ആക്റ്റീവ് റഡാർ ഗൈഡഡ് BVR എയർ ടു എയർ മിസൈലും വികസനം അന്തിമമായി കഴിഞ്ഞാൽ J-20യിൽ സംയോജിപ്പിക്കും. J-20 വിമാനങ്ങൾ അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തിന്റെ അതേ റോഡ് മാപ്പ് പിന്തുടരുന്നു. അതായത് J-20A എന്നത് പ്രാഥമിക സീരിയൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും J-20B, J-20S എന്നിങ്ങനെ 2 വകഭേദങ്ങൾ കൂടി നിർമ്മിക്കുന്നു. J-20B ഇപ്പോഴും ഒരു പ്രോട്ടോടൈപ്പ് ഘട്ടത്തിൽ തുടരുന്നു. മികച്ച കോക്പിറ്റ്, സെൻസർ സ്യൂട്ട് സാങ്കേതിക വിദ്യകൾ, പരിഷ്കരിച്ച എഞ്ചിനുകൾ, ത്രസ്റ്റ് വെക്ടറിംഗ് ശേഷി, മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവ ഇവയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം J-20S ഒരു ഇരട്ട സീറ്റ് വേരിയന്റ് ആണ് എന്നതുകൂടാതെ കൂടുതൽ വൈവിധ്യമാർന്ന മിഷൻ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തുന്നതിനായി ഇവയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 5ാം തലമുറയിലെ ഒരു സ്റ്റെൽത്ത് ജെറ്റാണെങ്കിലും J-20 അതിന്റെ രൂപകൽപ്പനയും വികസനവും സംബന്ധിച്ച് വിവിധ പ്രതിരോധ വിദഗ്ധരും എതിരാളികളും തമ്മിലുള്ള ചർച്ചകളുടെയും വിമർശനങ്ങളുടെയും ഒരു കേന്ദ്രബിന്ദുവായി തുടരുന്നു. ചില പ്രതിരോധ വിദഗ്ധർ ചൈനയും അവരുടെ സൈനിക ഗവേഷണ വികസന വകുപ്പുകളും J-20ക്കായി F-22, F-35 എന്നിവയുടെ ഡിസൈൻ മോഷ്ടിച്ചതായി ആരോപിക്കുന്നു.
J-20 പരസ്യമായി വെളിപ്പെടുത്തിയ ഉടൻ തന്നെ റഷ്യ പോലും തങ്ങളുടെ റദ്ദാക്കിയ മിഗ് 1.44 പ്രോട്ടോടൈപ്പിലും സുഖോയി 47 വിമാനത്തിൽ നിന്നുമുള്ള അണ്ടർബെല്ലി ഡിസൈനുമായി J-20ക്ക് സാമ്യങ്ങളുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ചൈന സൈബർ ലംഘനങ്ങളും ക്ലാസിഫൈഡ് സൈനിക മോഷണവും നടത്തുന്ന ഒരു രാജ്യമായി പലതവണ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. EOTS-ഉം അനുബന്ധ സെൻസർ സ്യൂട്ടുകളും ഉൾപ്പെടെയുള്ള J-20യുടെ ചില ഓൺബോർഡ് സാങ്കേതിക വിദ്യകൾ F-35 ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളുമായി വളരെ സാമ്യമുള്ളതാണെന്നും റിപ്പോർട്ടുകളുണ്ട്. J-20യുടെ എഞ്ചിനുകൾ ഒരു 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ളതുപോലെ ഉയർന്ന നിലവാരമുള്ളവയല്ല. കുറഞ്ഞ വിശ്വസ്തതയും ദുർബലമായ എഞ്ചിൻ പ്രശ്നങ്ങളും ചൈനീസ് സൈന്യത്തിന് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമായി ഉയർന്നുവരുന്നു. WS-10 എഞ്ചിനുകൾ സൂപ്പർസോണിക് ഫ്ലൈറ്റിലുടനീളം സ്ഥിരമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന തരത്തിലുള്ള വലിയ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ J-20യുടെ പല പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും 145 കിലോന്യൂട്ടൺ സാറ്റേൺ AL-31 എഞ്ചിനുകൾ സ്ഥാപിക്കുന്നതിനായി ചൈന റഷ്യയെ ആശ്രയിച്ചിരിക്കുന്നു. പല രാജ്യങ്ങളും മാധ്യമങ്ങളും ചൈനയെ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ മുൻപന്തിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും WS-10 എഞ്ചിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് ഇതുവരെയും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് വിവിധ യൂണിറ്റുകളിലുടനീളം ബ്ലേഡ് ക്രാക്കിംഗ്, കുറഞ്ഞ എൻഡുറൻസ്, നിലവാരം കുറഞ്ഞ പ്രകടനം എന്നിവയാൽ ചൈനീസ് എയർഫോഴ്സ് വലയുകയാണ്. നിരവധി മോഷണ ആരോപണങ്ങളും മറ്റ് 5ാം തലമുറ യുദ്ധവിമാനങ്ങളുമായി യാദൃശ്ചികമായി സമാന സവിശേഷതകൾ ഉണ്ടായിരുന്നിട്ടും J-20ക്ക് യഥാർത്ഥത്തിൽ അവയുടെ ഇരട്ട കനാഡ് കോൺഫിഗറേഷനിൽ ഒരു പുതിയതും സമഗ്രവുമായ സമീപനമുണ്ട്. എന്നിരുന്നാലും ഈ ലേഔട്ട് J-20യുടെ പൂർണ്ണമായ സ്റ്റെൽത്ത് ശേഷിക്ക് നിരവധി പോരായ്മകൾ ഉണ്ടാക്കുന്നു. കനാഡുകൾ റഡാർ ക്രോസ് സെക്ഷൻ ഏരിയ വർദ്ധിപ്പിക്കുകയും എയറോഡൈനാമിക് ഡ്രാഗ് ചെറുതായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ J-20യെ കണ്ടെത്തുക എന്നത് എളുപ്പമാക്കി തീർക്കുന്നു. J-20 യുദ്ധവിമാനം ഇന്ത്യക്ക് ഒരു ഭീഷണിയാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിന് കൂടുതൽ ആപേക്ഷികവും ആഴത്തിലുള്ളതുമായ വിശകലനം അത്യാവശ്യമാണ്. സജീവമായ പ്രവർത്തന യൂണിറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യയെക്കാളുമുള്ള ചൈനയുടെ നേട്ടമാണ് ഏറ്റവും വലിയ ആശങ്ക. 2009 ഉൽപാദനം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ചൈനയിൽ 200-ലധികം പ്രവർത്തനക്ഷമമായ J-20 യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. മറുവശത്ത് AMC യുദ്ധവിമാനം 2030 മുൻപ് പൂർണ്ണമായ സജീവ സേവന വിന്യാസം ആരംഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇന്ത്യ ഇപ്പോഴും 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ എണ്ണത്തിൽ 0 തുടരുന്നു. അത്ര സൗഹൃദപരമല്ലാത്ത ഒരു അടുത്ത അയൽരാജ്യത്തിന്റെ കൈകളിൽ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ശേഖരണം ഉണ്ടായിരിക്കുക എന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാണ് സുഖോയി 30MK യുദ്ധവിമാനങ്ങൾ. ഫയർ പവറിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ആയുധശേഖരത്തിലെ ഏറ്റവും മാരകമായ 2 യുദ്ധവിമാനങ്ങളാണ് സുഖോയി 30MK യുദ്ധവിമാനങ്ങളും ദസോ റഫാലും. ചൈനയുടെ 5ാം തലമുറ പോരാളികളുടെ ഇൻവെന്ററിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാം തലമുറയിലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ തുല്യമാണ് എന്ന് കരുതുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ നിലവിൽ 260 സുഖോയി 30MKകളും 36 റഫാലുകളും ഉണ്ടെങ്കിലും തുല്യമായ J-16, J-11 തുടങ്ങിയവയുടെ മൂല്യം കണക്കിലെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും എണ്ണത്തിൽ ചെറുതാകുന്നു. F-22, F-35 എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി മികച്ച 5ാം തലമുറ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എന്ന് സ്വയം പ്രസംഗിക്കുന്നതിനുള്ള മികച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ J-20ക്കില്ല. സ്റ്റെൽത്ത് സിഗ്നേച്ചറിൽ J-20 എത്രത്തോളം പുരോഗമിച്ചാലും S-400 ഉൾപ്പെടെയുള്ള സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളിൽ ഇന്ത്യക്ക് നേട്ടങ്ങളുള്ളതിനാൽ ചൈന J-20യെ ഇന്ത്യക്കെതിരെ അണിനിരത്താനുള്ള സാധ്യത വളരെ കുറവാണ്. J-20 ഒരു നല്ല ദീർഘദൂര യുദ്ധവിമാനമായതിനാൽ മിസൈൽ ഇന്റർസെപ്റ്ററുകൾ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായി നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. രൂപകൽപ്പനയിൽ നിന്ന് നോക്കുമ്പോൾ J-20 ഡോഗ് ഫൈറ്റിംഗ് പോലെയുള്ള ഹ്രസ്വദൂര പോരാട്ടത്തിന് ഒട്ടും അനുയോജ്യമായ വിമാനമല്ല. ഏതൊരു ജെറ്റിനും ക്ലോസ് കോമ്പാറ്റ് പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ ആയുധങ്ങളിലൊന്നായ ഓട്ടോ കനോണിന്റെ അഭാവം J-20യെ ദുർബലമാക്കുന്നു. അതിനാൽ ഷോർട്ട് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് ശേഷിയില്ലാത്തതിനാൽ സോളോ മിഷനുകളിൽ J-20യെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. കൂടാതെ J-20യുടെ നിലവിലെ ആയുധശേഖരം വിവിധ ശ്രേണികളിലുള്ള എയർ ടു എയർ മിസൈലുകളെ മാത്രം ചുറ്റിപ്പറ്റിയാണ്. ഇതിന് 100 കിലോഗ്രാം LS-6 സ്മോൾ ഡയമീറ്റർ പ്രസിഷൻ ഗൈഡഡ് ബോംബുകളും ചെറിയ പേലോഡുകളും വഹിക്കാമെങ്കിലും അവയ്ക്ക് വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതൊരു പോരായ്മ തന്നെയാണ്. അതിനാൽ ഇന്ത്യൻ മിറാഷ് വിമാനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അതിർത്തി ഓപ്പറേഷനുകൾ പോലും ചെയ്യാൻ J-20 നിലവിൽ പ്രാപ്തമല്ല. കൂടാതെ J-20ക്ക് അതിന്റെ ത്രസ്റ്റ് വെക്ടറിംഗ് ശേഷിയിൽ വലിയൊരു പ്രധാന തടസ്സം വരുന്നു. നിലവിലെ വൻതോതിൽ ഉൽപാദനത്തിലുള്ള J-20Aയിൽ ഈ സവിശേഷതയില്ലെങ്കിലും സമീപ ഭാവിയിലെത്തുന്ന J-20Bയിൽ ഈ സവിശേഷതയുണ്ടായിരിക്കുമെന്ന് ചൈന അവകാശപ്പെടുന്നു. ത്രസ്റ്റ് വെക്ടറിംഗ് വളരെ നിർണായകമായൊരു സ്വഭാവമായതിനാൽ ഇത് വളരെ കുറച്ച് വിമാനങ്ങൾക്ക് മാത്രമേ നിലവിലുള്ളൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ത്രസ്റ്റ് വെക്ടറിംഗ് നോസിലുകളുടെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും നിയന്ത്രണവും മികച്ച ഒഴിഞ്ഞുമാറൽ ചലനങ്ങൾക്ക് കാരണമാകുന്നതിനാൽ യുദ്ധ സാഹചര്യങ്ങളിലും മാനുവറബിലിറ്റിയിലും ശത്രുവിനെതിരെ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. അതേസമയം ഇന്ത്യയുടെ സുഖോയി 30MK വിമാനങ്ങൾക്ക് പോലും ഈ മികച്ച കഴിവുണ്ട് എന്നത് ഇന്ത്യക്കൊരു എഡ്ജ് നൽകുന്നു.
അതിനാൽ ത്രസ്റ്റ് വെക്ടറിംഗിന്റെ ശേഷിയില്ലാത്ത, കുറഞ്ഞ വിശ്വാസ്യതയും പ്രവർത്തനക്ഷമത കുറഞ്ഞതുമായ എഞ്ചിനുകളുമായി വരുന്ന J-20 വിമാനങ്ങൾക്ക് യുദ്ധമുഖത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതും ഒരു പോരായ്മയാണ്. 2018 ടിബറ്റിന് മുകളിലൂടെ പറക്കുന്നതിനിടെ ചെങ്ഡു J-20 ജെറ്റിനെ സുഖോയ് 30MK റഡാർ കണ്ടെത്തി ട്രാക്ക് ചെയ്തതായി അന്നത്തെ എയർഫോഴ്സ് ചീഫ് എയർ ചീഫ് മാർഷൽ BS ധനോവ പറഞ്ഞിരുന്നു. ഈ വാർത്ത വളരെയധികം കോളിളക്കം സൃഷ്ടിക്കുകയും J-20യുടെ സ്റ്റെൽത്ത് കഴിവിനെ ലോകം ചോദ്യം ചെയ്യുകയും ചെയ്തു. F-22 റാപ്റ്റർ യുദ്ധവിമാനത്തിന്റെ മികച്ച സ്റ്റെൽത്ത് ടെക്നോളജി, മാനേവറബിലിറ്റി, ഏവിയോണിക്സ്, ആയുധ സംവിധാനത്തിന്റെ കൃത്യത എന്നിവ കാരണം ഇതിനെ ഏറ്റവും മികച്ച 5ാം തലമുറ യുദ്ധവിമാനമായി കണക്കാക്കുന്നു. അതേസമയം ഈ കഴിവുകൾ ഒന്നും തന്നെ ചൈന മികച്ചതെന്ന് അവകാശപ്പെടുന്ന J-20 വിമാനങ്ങൾക്ക് ഇല്ല എന്നതാണ് സത്യം. അതിനാൽ ഒരു 4.5 തലമുറ യുദ്ധവിമാനമായ റഫാൽ ഉപയോഗിച്ച് പോലും ഇന്ത്യക്ക് J-20യെ നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. കൂടാതെ റഫാലിന്റെ റഡാർ സംവിധാനം J-20യേക്കാൾ മികച്ചതായതിനാൽ J-20 റഫാലിനെ തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ റഫാൽ മീറ്റിയോർ ഉപയോഗിച്ച് J-20യെ വീഴ്ത്തിയിരിക്കും. ഒരു സ്വയം പ്രഖ്യാപിത 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടെന്നതിനുപരി ചൈനീസ് J-20 വിമാനങ്ങൾ ഒരു തരത്തിലും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.